ലോകത്തെവിടെ പോയാലും അവിടെ ഒരു മലയാളി നേഴ്സ് ഉണ്ടാവും എന്ന ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും മലയാളി കുടുംബങ്ങളുടെ പ്രാരാബ്ദങ്ങളേറിയാണ് മിക്ക നേഴ്സുമാരും ചെന്നെത്തിയിട്ടുള്ളതും കുടുംബത്തെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതും. യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു കുഴപ്പം, ചിലപ്പോൾ അവർ അവസരങ്ങൾ തുറന്നിടും, ചിലപ്പോൾ പൂർണ്ണമായും അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവർ അവസരങ്ങൾ അടച്ചിടുകയും ചെയ്യും. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം യൂറോപ്യൻ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് UK, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേഴ്സുമാരുടെ അവസരങ്ങൾ എന്നേക്കുമായി നിർത്തലാക്കിയോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ OET അല്ലെങ്കിൽ IELTS പാസ്സായിട്ടും താൻ നേഴ്സുമാർക്ക് സാധിക്കുന്നില്ല എന്നതിൻ്റെ കാരണങ്ങളും, എന്തൊക്കെ അവസരങ്ങളിലൂടെയാണ് നേഴ്സിംഗ് പഠിച്ച വിദ്യാർത്ഥികൾക്കും നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും യൂറോപ്പിലെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ അവസരങ്ങൾ എന്ന് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. കൂടാതെ ഈ രംഗത്ത് അറിവും കഴിവുമുള്ള ചിലരുടെ അഭിപ്രായങ്ങളും പോസ്റ്റുകളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെബിൻ സിറിയക്. അദ്ദേഹം എൻവർട്ടിസ് കൺസൾട്ടൻസിയുടെ CEO ആണ്. എൻ്റെ സുഹൃത്തു കൂടിയായ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു റൈറ്റിംഗ് വായിക്കാം. UK നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ, വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി കോളുകളും മെസ്സേജുകളും വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറിപ്പ്. 2016 മുതൽ വളരെ വ്യാപകമായി നടന്നിരുന്ന UK നേഴ്സുമാരുടെ സൗജന്യ റിക്രൂട്ട്മെൻറ്റ് 2023 ഡിസംബറിൽ താൽക്കാലികമായി നിർത്തലാക്കിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി വളരെ കുറച്ച് വേക്കൻസികൾക്ക് മാത്രമാണ് വിദേശത്ത് നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ പഴയതുപോലെ നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും UK റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായി നിർത്തിയെന്ന് ഇതിനർത്ഥമില്ല. തിയേറ്ററുകൾ, ഓങ്കോളജി തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ ഒഴിവുണ്ടാകും എന്നും അദ്ദേഹം വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മുൻ വർഷങ്ങളെ പരിഗണിക്കുമ്പോൾ ഈ മാറ്റത്തിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, UK നേഴ്സിംഗ് ഒഴിവുകളിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. പല തൊഴിലുടമകൾക്കും വിദേശത്ത് നിന്ന് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഫണ്ടില്ല. ഒരു നേഴ്സിനെ വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുവാൻ ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് തൊഴിലുടമകൾ മുടക്കിയിരുന്നത്. വിദേശത്ത് നിന്നുള്ള നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റിനായി സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് നിർത്തലാക്കിയതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. IELTS അല്ലെങ്കിൽ OET പാസ്സായ ആയിരക്കണക്കിന് നേഴ്സുമാരാണ് 6 മാസത്തിലേറെയായി ഒരു ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ഇങ്ങനെ ശുപാർശ ചെയ്യുന്നു. നിങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് നേടുന്നതിന് ജോലിയിൽ വീണ്ടും ചേരുന്നത് പരിഗണിക്കുക. അതുപോലെ തന്നെ 1 വർഷത്തിന് മുകളിലായി നേഴ്സിംഗ് ജോലി ചെയ്തിട്ടില്ലെങ്കിലും UK ജോലി കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. നിലവിൽ 5000-ന് മുകളിൽ നേഴ്സുമാർ UK നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടും അടുത്ത കാലത്തുള്ള നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കെയർ വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും ആശ്രിത വിസയിലും ഒക്കെ കുറച്ച് നാളുകളായി UK ഉള്ളവരാണ് മിക്കവരും. നിലവിലെ സാഹചര്യത്തിൽ UK വരുന്നതിന് നിങ്ങൾക്ക് ഒരു ഔപചാരിക തൊഴിൽ ഓഫറും വിസയും ലഭിക്കുന്നത് വരെ ഉള്ള ജോലി രാജിവെക്കരുത്. അടുത്ത ഒരു മാർഗ്ഗം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: NHS അംഗീകൃത റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത CV ഇമെയിൽ അയച്ച് കൊടുക്കുക. നിലവിൽ ഒരു ഏജൻസി പോലും ചെറിയ തോതിലുള്ള വേക്കൻസികൾ വന്നാൽ പോലും പരസ്യം ചെയ്യാറില്ല. പകരം അവരുടെ കയ്യിലുള്ള CV ആണ് പരിഗണിക്കുന്നത്. നിങ്ങളിതുവരെ നിങ്ങളുടെ CV എൻവർട്ടിസ് കൺസൾട്ടൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് സഹിതം നിങ്ങളുടെ പുതിയ CV recruitment@envertis.com എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ ചെയ്യുക. അനുയോജ്യമായ ഒരു ഒഴിവ് കണ്ടെത്തിയാൽ ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും. തുടർന്ന് അദ്ദേഹം NHS അംഗീകൃത നേഴ്സിംഗ് റിക്രൂട്ടർമാരുടെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. NHS ജോബ്സ് വെബ്സൈറ്റിൽ അപേക്ഷിക്കുക എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസുമായി ചേരുന്ന വേക്കൻസികളിൽ മാത്രം അപേക്ഷിക്കാനാണ്. നേഴ്സുമാരുടെ സ്റ്റാഫ് നേഴ്സിനെ മുഴുവൻ സമയ സ്ഥിരമായ റോളുകളിൽ മാത്രം അപേക്ഷിക്കാനും അദ്ദേഹം പറയുന്നുണ്ട്. ചില തൊഴിലുടമകൾ ഒരു ഏജൻസി ഉപയോഗിക്കാതെ ഡയറക്റ്റ് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത്തരം തൊഴിലുടമകളുടെ വെബ്സൈറ്റ് വഴിയും ജോലിക്ക് അപേക്ഷിക്കാം. ഈ റോളുകൾക്കായി അപേക്ഷിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത CVയും ശരിയായ കവർ ലെറ്ററും ഉപയോഗിക്കാൻ
ഓർക്കുക, കവർ ലെറ്റർ എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. യു കെയിലെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കി അയർലൻഡ് ഉൾപ്പെടെയുള്ള മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെ വേക്കൻസിക്കായി അപേക്ഷിക്കാം എന്ന് വിചാരിച്ചാലും യു കെയിലെ പോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലെയും ഇപ്പോഴത്തെ അവസ്ഥ. നിലവിൽ 10,000-ന് മുകളിൽ നേഴ്സുമാരാണ് യു കെയിൽ ഒരു ജോലിക്കായി വെയിറ്റ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ 10 ലക്ഷം തന്നാൽ ജോലി തരാം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത്. നേഴ്സുമാരുടെ ഇനിയുള്ള പ്രതീക്ഷകൾ, യഥാർത്ഥ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് മറുനാടൻ മലയാളിയിലെ ഈ വാർത്തയിൽ വിശദീകരിക്കുന്നു. BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് MSc നഴ്സിംഗ് പഠിക്കാനായി യു കെയിലേക്കോ അയർലൻഡിലേക്കോ പോകാം എന്നുള്ളതാണ് ഒന്നാമതായി ഈ വാർത്ത സജസ്റ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തെ MSc നഴ്സിംഗിന് ഏകദേശം 15,000 യൂറോ, ജീവിത ചെലവുകൾ ഉൾപ്പെടെ ഏകദേശം 25,000 യൂറോ അല്ലെങ്കിൽ നാട്ടിലെ 25 ലക്ഷം രൂപയെങ്കിലും ചെലവ് വന്നേക്കാം. പഠിച്ചു കഴിഞ്ഞാൽ OETയോ IELTSO ഇല്ലാതെ തന്നെ അതാത് രാജ്യത്തെ തത്തുല്യമായ പരീക്ഷകൾ പാസ്സായാൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാം. 2 വർഷം MSc നഴ്സിംഗിനായി യു കെയിൽ വരുന്നവർക്ക് ആവശ്യമായ പരീക്ഷകളോ ഓസ്കിയോ ഒന്നും എഴുതാതെ തന്നെ ഡയറക്റ്റ് പിന്ന് കിട്ടുന്ന സാഹചര്യമാണ് മറ്റൊരു കാര്യം. അതുപോലെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്കും BSc നേഴ്സ് ആവാനായി 1 വർഷത്തെ ടോപ്പ് അപ്പ് കോഴ്സ് യു കെയിലെത്തി ചെയ്യാൻ സാധിക്കും. ഇവർക്കും OETയോ IELTSോ എഴുതേണ്ട ആവശ്യമില്ല. CBTയും ഓസ്കിയും എഴുതിയ ശേഷം 2 വർഷത്തെ സ്റ്റേ ബാക്കിനുള്ളിൽ പിന്നെ സ്വന്തമാക്കാം. +2 കഴിഞ്ഞ ശേഷം യു കെയിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ അവസരങ്ങളാണ്. BSc നേഴ്സ് 3 വർഷം മാത്രമാണ് യു കെയിൽ പഠിക്കേണ്ടി വരിക. വർഷാവർഷം 15,000 പൗണ്ടോളം മറ്റ് ജീവിത ചെലവുകളുമൊക്കെ ചെലവായി വന്നേക്കാം. ഇങ്ങനെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബും ലഭ്യമാകുമോ എന്നുള്ളത് ഉറപ്പില്ല. പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഫീസ് വളരെ കൂടുതൽ തന്നെയാണ്. യു കെയിലേക്ക് ധാരാളം സ്റ്റുഡൻസിനെ അയച്ച് വിശ്വാസ്യത നേടിയ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന ഏജൻസി എറണാകുളത്ത് ഏപ്രിൽ 5-ാം തീയതി ഒരു ഫ്രീ സെമിനാർ സംഘടിപ്പിക്കും. ഈ സെമിനാറിൽ എല്ലാവിധ സംശയങ്ങൾക്കും മറുപടി ലഭിക്കും എന്നാണ് അറിയുന്നത്. യു കെയിലും അയർലൻഡിലെയുമൊക്കെ നേഴ്സസിനുള്ള വേക്കൻസികൾ കൂടുതലാണെന്നുള്ളതും സത്യമാണ്. അതിനാൽ തന്നെ പൂർണ്ണമായും റിക്രൂട്ടിംഗ് അവർ നിർത്തിയിട്ടില്ല. പക്ഷേ കൂടുതൽ എക്സ്പീരിയൻസും മറ്റ് ക്രൈറ്റീരിയകളുമൊക്കെ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അയർലൻഡിൽ നിന്ന് ഇപ്പോൾ ലഭിച്ച വിവരം 6 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരും പിൻ നമ്പർ നിലവിലുള്ള നേഴ്സുമാർക്കുമാണ് ഇപ്പോൾ കൂടുതൽ മുൻഗണന ലഭിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുതിയ റിക്രൂട്ട്മെന്റ് കുറഞ്ഞത് മൂലം അയർലൻഡിൽ ഇപ്പോഴുള്ള നേഴ്സുമാർക്ക് അധിക ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇതിനെതിരെ നേഴ്സിംഗ് സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ചെയ്യാനൊരുങ്ങുകയാണ് അയർലൻഡ് നേഴ്സുമാർ. എന്നിട്ടും ഗവൺമെന്റിനോ നേഴ്സിംഗ് ബോർഡിനോ ഒരു കുലുക്കവുമില്ല എന്നാണ് അറിയുന്നത്. ഈ DL OET എക്സ്പയർ ആവാറായിട്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നേഴ്സുമാരോടൊരു വാക്ക്. അയർലൻഡിലും യു കെയിലും എത്തിയിട്ടും നന്നായിട്ട് ജീവിക്കുന്നവരും മോശമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. സന്തോഷമുള്ളവരും സന്തോഷമില്ലാത്തവരുമുണ്ട്. ഇവിടെ ചെന്നാലും പ്രസന്റ് മൊമെൻറ്റിൽ ജീവിതം ആസ്വദിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, രജിസ്ട്രേഷൻ എടുക്കുകയോ പിൻ നമ്പർ എടുത്തു വെക്കുകയോ എന്നുള്ള അല്പം റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് മൂലമാണ് ഇത്രയും എത്തിയെന്നുള്ളത് അറിയാം. ഇനിയും ഹാർഡ് വർക്ക് തുടരുക. എന്നാൽ മനസാന്നിധ്യവും സന്തോഷവും നിലനിർത്തുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.